ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. BJP ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്നേക്കുമായി കാലത്തിന്റെ ചവിച്ചുകൊണ്ടയിലേക്ക് വലിച്ചെറിയാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മളിൽ ഒരാളായ നമ്മുടെ ഡോക്ടർ TN സരസ്വതിന് തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആലത്തൂരിന്റെ മണ്ണിൽ നിന്നും ചരിത്ര വിജയം സമ്മാനിക്കാറുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റി അടിച്ചെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ ഉച്ചം നടത്തുക. 6 പതിറ്റാണ്ടുകാലം ഈ ഭാരതത്തെ ഭരിച്ചു പിടിച്ചുകൊണ്ട് ഭാരതത്തെ ദരിദ്രനാരായണന്മാരെ സൃഷ്ടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എന്നേക്കുമായി കാലത്തിന്റെ ചവിച്ചുകൊണ്ടതിലേക്ക് വലിച്ചെറിയാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം നമ്മുടെ അടയാളത്തിലേക്ക് വിടുന്നു. ഈ പാർട്ടിയെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ഒരിക്കൽ ഭാരതീയ ജനതാ പാർട്ടി ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിമുടിച്ച് മാസപ്പടിയും വാങ്ങി കിരാതവാഴ്ച നടത്തുന്ന ഇടതുമുന്നണിയെയും അവരുടെ സഖ്യകക്ഷിയായി സൗഹൃദ മത്സരം നടത്തുന്ന കോൺഗ്രസിനെയും ഈ ഭാരത മണ്ണിൽ നിന്നും തുടച്ചു നീക്കി പുണ്യാഹം കഴിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ നൽകിക്കൊണ്ട് ഡോക്ടർ TN ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന April 26-ാം തീയതി നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന ഡോക്ടർ TN സരസ്വതിനെ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്നാൽ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപിച്ച സമയത്ത് 41 അംഗങ്ങളുള്ള BJP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ വേണ്ടി മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള BTEC 41 അംഗങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ബീഹാറിൽ വെച്ച് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അടുത്ത യോഗം ചേർന്നപ്പോൾ ആ യോഗത്തിൽ 16 പാർട്ടികളെ പങ്കെടുത്തിരുന്നു. പിന്നീട് മഹാരാഷ്ട്രയിൽ അതിനുശേഷം ബാംഗ്ലൂരിൽ യോഗങ്ങൾ നടന്നപ്പോൾ 26 പാർട്ടികളാണ് അതിലുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ കമ്മിറ്റി രൂപീകരിച്ചു. എന്നാൽ പിന്നീട് അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച സമയത്ത് 26 എന്നത് 19 മാറിയ യോഗത്തിൽ നമ്മൾ കണ്ടു. ക്യാമ്പയിൻ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകളും കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടില്ല, CPI ഉൾപ്പെട്ടു. എന്നാൽ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട 19 തമ്മിൽ എന്തെങ്കിലും കോർഡിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു കോർഡിനേഷൻ ഉള്ളതായിട്ട് കാണുന്നില്ല. ഇവരാണ് പരസ്പരം ഏറ്റവും ശത്രുതാ മനോഭാവത്തോടുകൂടി, ഏറ്റവും വിരോധത്തോടുകൂടി, ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണം പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കൗതുകം ഈ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ പരസ്പരം ആരോപിക്കുന്ന കാര്യങ്ങൾ. BJP ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി.
സാധിച്ചിട്ടുള്ളത്. ഇന്നലെ സൂറത്തിൽ ബിജെപിയുടെ നേതാവ് വിജയിച്ചായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യ വിജയം ഇന്ത്യ മഹാരാജ്യത്ത് ബിജെപിയിലിരിക്കുന്നു. ഈ പൊട്ടക്കുടാരന്മാരുണ്ടായിരുന്നില്ല ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് നിർത്താമായിരുന്നല്ലോ. നാട്ടങ്ങളുണ്ടെങ്കിൽ എന്നിട്ട് കേരളത്തിന്റെ അങ്ങാടിയിൽ തീർമാനം മുഴക്കാൻ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? BJP പാലക്കാട് മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്ത് പറമ്പിൽ, ചെറുതുരുത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് D സജിരാജ്, മണ്ഡലം സെക്രട്ടറി PG രതീഷ്, ജമീല, NV വിജീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മോഹനൻ പാമ്പിങ്കാവിൽ, മോഹനൻ കാടാമ്പുഴ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.